ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച വീഡിയോ ചെയ്തപ്പം എൻ്റെ ക്യാപ്ഷൻ ഇട്ടിരുന്നത് ഒന്നെന്ന് അറിയാമല്ലോ, ഇനിയിപ്പം കാളകൾ കുതിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ക്യാപ്ഷനായിരുന്നു ഞാനത് ഇട്ടത്. അപ്പോൾ ഇനിയിപ്പം കാറും കോളും എല്ലാം അടങ്ങി, ഇന്നത്തെ ക്യാപ്ഷൻ കണ്ടതുപോലെ കാറും കോളും എല്ലാം അടങ്ങി, ന്യൂസുകളുടെ ഇമ്പാക്റ്റുകളെല്ലാം കഴിഞ്ഞു. ഓക്കെ, നിലവിൽ മാർക്കറ്റ് ഒരു ശാന്തത കൈവന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റാണ് നിലവിൽ. ഓക്കെ, ഇപ്പം നിലവിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നുമില്ല. ചെറിയ ചെറിയ ന്യൂസുകളുണ്ട്, പക്ഷെ എന്നാലും അത് അത്രയ്ക്ക് അങ്ങോട്ട് മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ന്യൂസുകളൊന്നും മാർക്കറ്റിന് നിലവിലില്ല. അപ്പോൾ ഈ ശാന്തത ഓക്കെ എന്തിനുള്ള തുടക്കമാണ് എന്നുള്ളത് ആണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഇത് കൊടുങ്കാറ്റായിട്ട് മാറുമോ അതോ കടപുഴകി പിന്നെ ഉരുൾപൊട്ടലായിട്ട് മാറുമോ എന്നൊക്കെയുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. അപ്പം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നടന്നു. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, പറന്നു പോകുന്ന കാക്കയ്ക്ക് വരെ അറിയായിരുന്നു ജപ്പാൻ റേറ്റ് ഹൈക്ക് ചെയ്യുമെന്ന്. അപ്പോൾ അത് ഓൾറെഡി മാർക്കറ്റ് അബ്സോർബ് ചെയ്ത കാര്യമാണ്. പിന്നെ രണ്ടാമത് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ കമൻട്രിക്കകത്തിൽ എന്താണ് പറയുന്നതിനെ ആശ്രയിച്ചിരിക്കും പിന്നെ മുന്നോട്ട് മാർക്കറ്റിൻ്റെ ഗതിവിഗതികളെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം റേറ്റ് പറഞ്ഞ പോലെ തന്നെ ഹൈക്ക് ചെയ്തു, മാർക്കറ്റ് അതിനെ മൈൻഡ് ചെയ്തേയില്ല. അപ്പം അത് കഴിഞ്ഞ ശേഷം അവരുടെ RBI ഗവർണറിൻ്റെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. ആ പ്രസ് മീറ്റും വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള പ്രസ് മീറ്റായിരുന്നു. വലിയ ഇമ്പാക്റ്റ് ഒന്നും വരത്തക്ക രീതിയിലുള്ള ഒരു സംഭവമല്ല അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് മാർക്കറ്റ് അതിനെ വലിയ കാര്യമായിട്ട് എടുത്തില്ല. മാർക്കറ്റ് സ്വാഭാവികമായ രീതിയിൽ തന്നെ മാർക്കറ്റ് മുന്നോട്ട് പോയി. ഗ്യാപ്പ് അപ്പിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം കുറച്ചും കൂടെ മാർക്കറ്റ് നല്ല രീതിയിൽ ആ ഗ്യാപ്പ് അപ്പ് കിട്ടി ഒരു ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്തു. അതിനുശേഷം അവിടെ തന്നെ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പാണ് കിട്ടിയതിന് ശേഷം മാർക്കറ്റ് അവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്ത് നമ്മൾ ആ 979 എന്ന് പറയുന്ന ലെവലിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തു, അല്ലേ? ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഇവിടെ ട്രേഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രേഡ് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഹോൾഡ് ചെയ്തവർക്ക് നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്നലത്തെ ദിവസം നമുക്ക് ഈ മാർക്കറ്റിൽ ഇത് 15 മിനിറ്റാണ്. മാർക്കറ്റിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ റിസ്കി എൻട്രി മാത്രമേ ഉള്ളായിരുന്നു. നമ്മുടെ ഈ ഏരിയയിൽ 25,979 എത്തിക്കഴിഞ്ഞപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അത് എത്ര പേര് ക്യാപ്ചർ ചെയ്യുന്ന അറിയത്തില്ല. മാർക്കറ്റ് 25,979 എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത്, ഇത് ഓപ്പണിംഗ് റേഞ്ചായി കാണുന്നത്, ഈ ഡോട്ടഡ് ലൈൻ ഓപ്പണിംഗ് റേഞ്ചിനും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് ഓസിലേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ എത്ര പേര് ഇവിടെ ട്രേഡ് എടുത്തു എന്നുള്ളത് വളരെ റിസ്കി ട്രേഡായിരുന്നു, അല്ലേ? വളരെ റിസ്കി ആൻഡ് എന്താ പറയുന്നത്, നമുക്ക് ശരിക്കും ഒരു പ്രൈസ് ആക്ഷൻ രീതിയിൽ ട്രേഡ് എടുക്കത്തക്ക രീതിയിലുള്ള ആക്ഷൻസുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഹൈ റിസ്ക് ട്രേഡേഴ്സിന് ട്രേഡ് ചെയ്യാൻ അവസരങ്ങളുണ്ടായിരുന്നു. ആ അവസരങ്ങൾ മുതലാക്കിയവർക്കൊക്കെ പലരുടെയും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് മാർക്കറ്റിലുള്ള കാര്യങ്ങളാണ്, ഇല്ലേ? പക്ഷേ കൃത്യമായി ഒരു ബിഗിനറിന് മാറി നിൽക്കുക എന്നുള്ളതല്ല. കാരണം ഇത്രയും ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത ശേഷം മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതായിരുന്നു നമുക്കറിയത്തില്ല. അപ്പം ബിഗിനേഴ്സ് മാറി നിൽക്കുക, റിസ്കി ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പിന്നെ നമ്മുടെ പോൾ നോക്കിക്കഴിഞ്ഞപ്പം കഴിഞ്ഞ ആഴ്ചത്തെ കൂട്ട് തന്നെ എന്താ പറയുന്നത്, കൂടുതലും പേർക്ക് ഒരു സഹിക്കബിൾ ലോസിലാണ്. 50% മേളിൽ ആൾക്കാർക്ക് പ്രോഫിറ്റ് ഉണ്ട്, അത് സമ്മതിച്ചു. പക്ഷേ എന്നാൽ തന്നെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു 70-75% ആണ് പ്രോഫിറ്റ് എടുക്കണം എന്നുള്ളൊരാഗ്രഹമാണ് എൻ്റെ. അത് ഇച്ചിരി അക്രമമാണ് എങ്കിൽ തരും. സെബി പറയുന്നത് വെറും 7% മാത്രമാണ് പറയുന്നത്, അല്ലേ? 7% മാത്രമാണ് സെബി പറയുന്നത്. പക്ഷേ ആ സ്ഥാനത്ത് നമ്മളിപ്പോൾ 50% ഒപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ 50% കൊണ്ട് ഞാൻ തൃപ്തനല്ല. നമ്മൾ ഒരിക്കലും 60-65% വരെ കൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഒരു 70-80% അതൊക്കെ ഭയങ്കര അത്യാഗ്രഹമാണ്. എങ്കിൽ തന്നെയും എൻ്റെ ആഗ്രഹമല്ലേ, നമ്മൾ അതിന് മാത്രം കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്, അതിന് മാത്രം ഇൻഫർമേഷൻസ് തരുന്നുണ്ട്, അത് മാത്രം നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ന്യായം പാലിച്ച് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യം. കാരണം അവനവനാണ് തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ രക്ഷപ്പെടണം വേണ്ട എന്നുള്ളത് തീരുമാനം നിങ്ങളേയില്ല, ഇല്ലേ? ആ തീരുമാനത്തിന് പലരും കുമ്പസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. സാർ തെറ്റ് പറ്റിപ്പോയി. അത് 1, 2, 3 പ്രാവശ്യമല്ല, പല പ്രാവശ്യം കുമ്പസാരിക്കുമ്പോൾ അവരോട് ഞാൻ എന്താ പറയേണ്ടത്? ഒരിക്കൽ കുമ്പസാരിച്ച് നേരെ ആവാൻ ശ്രമിക്കുന്നവൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവൻ ആ നേരെ വഴി കൂടെ പോകാൻ നോക്കും. പക്ഷേ ഓരോ പ്രാവശ്യം തെറ്റ് ചെയ്തിട്ട് വീണ്ടും വന്ന് കുമ്പസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട്
എപ്പോഴും കുമ്പസാരിക്കാതെ ഒരിക്കൽ കുമ്പസാരിച്ച് പിന്നെ അതിലൂടെ നല്ല വഴിയെ പോകാൻ ശ്രമിക്കുക. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പം ഇനിയെങ്കിലും ന്യായത്തെ കൈവിടാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നെങ്കിൽ നന്നായിരിക്കും. അതുകൊണ്ട് അടുത്ത പ്രാവശ്യത്തെ വീക്കിലി PL വരുമ്പോൾ കുറച്ചുകൂടി മെച്ചമായത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ 50% പോരാ, ഒരു 60 പോരാ, 70% എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ വരും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അടുത്ത ആഴ്ച ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ വീക്കിലി അനാലിസിസ്, വീക്കിലി ക്യാൻഡിലോട്ട് അല്ല ഡേ ക്യാൻഡിലോട്ട് നമുക്കൊന്ന് വന്നു നോക്കാം. ഡേ ക്യാൻഡിലോട്ട് വരുമ്പോൾ നമ്മൾ പണ്ടേ വരച്ചിട്ടേക്കുന്ന ഒരു സംഭവമുണ്ട് ഇവിടെ. ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട് നമ്മൾ, ഇല്ലേ? നമ്മൾ നേരത്തെ തൊട്ടേ വരച്ചിട്ടേക്കുന്ന ട്രെൻഡ് ലൈനാണിത്. നിങ്ങൾക്ക് ഓർമ്മയാണ്, എത്ര പേർക്ക് അറിയുന്നതില്ല. വീക്കിലി വരച്ചിട്ടേക്കുന്നതാണ്. ഇത് ഡേയിലോട്ട് മാറ്റുവാണെങ്കിലും നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ വീക്കിലി നമ്മൾ വരച്ചിട്ടേക്കുന്ന ട്രെൻഡ് ലൈനാണ്. വളരെ ഏകദേശം 2020 മുതലേ ഉള്ള ഒരു ട്രെൻഡ് ലൈനാണ് ഈ കാണുന്നത്. 2020 മുതൽ ഇപ്പോൾ 25 തീരാൻ പോകും, 26 എത്താൻ പോകണം. അന്ന് മുതലേ ഫോളോ ചെയ്യുന്ന ഒരു ട്രെൻഡ് ലൈനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റ് ഇപ്പം ഒരു രണ്ടിൻ്റെ മധ്യഭാഗത്താണ്, അല്ലേ? ഒരു മാർക്കറ്റ് മുകളിലോട്ട് ഒരു അപ് ട്രെൻഡ് പാതയിലാണ് മാർക്കറ്റ്. വീക്കിലി ബേസിസിൽ ഒരു അപ് ട്രെൻഡ് പാതയിലാണ്. അപ്പം ആ പാതയിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റിലാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. നമ്മുടെ ഓൾ ടൈം ഹൈയോട് അടുപ്പിച്ചുള്ള ആ റേഞ്ച് 26,000 റേഞ്ചിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. ഇത് താഴെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 24,000 ആണ്. ഈ നമ്മൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഓക്കെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ താഴത്തെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം 24,000 ആണ്. ഇപ്പം നിലവിൽ നിൽക്കുന്നത് 26,000 റേഞ്ചിലാണ്. ഇത് നിൽക്കുന്നത് ഏകദേശം 29,000 റേഞ്ചിലാണ് മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, ഈ ലാസ്റ്റ് ഹൈ എന്ന് പറയുന്നത് ഏത് വർഷമാണ്? 2024 ഉണ്ടായ സംഭവമാണ്. 2024 ലാസ്റ്റ് ഹൈ ഉണ്ടായത്. ഓക്കെ, അതിനുശേഷം 2025 ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് 22,000 വരെ വന്നു. അതിനുശേഷം അവിടുന്ന് വീണ്ടും മാർക്കറ്റ് അപ് ട്രെൻഡിൻ്റെ പാതയിലാണ്, അല്ലേ? അപ് ട്രെൻഡിൻ്റെ പാതയിൽ വീണ്ടും എഴുന്നേറ്റ് മാർക്കറ്റ് ഏകദേശം ഇതിൻ്റെ മധ്യഭാഗത്തെത്തി. 22 നിന്ന് മാർക്കറ്റ് ഏകദേശം 26,000, 4,000 പോയിന്റ് ട്രാവൽ ചെയ്ത് 26,000 റേഞ്ചിലെത്തി. അപ്പം ഇനി ഇവിടുന്ന് ഒരു 4,000 പോയിന്റ് മാർക്കറ്റ് മുകളിലോട്ട് ട്രാവൽ ചെയ്തെങ്കിൽ മാത്രമേ ഈ ട്രെൻഡ് ലൈനിൽ എത്തത്തുള്ളൂ. അത് ഈ 4,000 പോയിന്റ് ഇനി ഇവിടുന്ന് ട്രാവൽ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ചോദ്യചിഹ്നം. ഇവിടുന്ന് 4,000 പോയിന്റ് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 4,000 ഇവിടുന്ന് ഏകദേശം 4,000 പോയിന്റ് ട്രാവൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഏകദേശം മാർക്കറ്റ് 30,000 വരെ എത്തും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മാർക്കറ്റ് ഇവിടുന്ന് ഈ കഴിഞ്ഞ 2024 സെപ്റ്റംബർ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് 26,000 നിന്ന് 22,000 എത്താൻ വേണ്ടി അധിക സമയമൊന്നും എടുത്തില്ല. ഏകദേശം 2025 മാർച്ചും ഇത് 2020 സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മാസം കൊണ്ടാണ് 4,000 പോയിന്റ് മാർക്കറ്റ് വീണത്, ഇല്ലേ? അതിനുശേഷം ഈ മാർച്ച് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് 7 മാസം കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 9 മാസത്തോളമായി. 9 മാസത്തോളമായിട്ടും ഇത് തിരിച്ച് റീഗെയിൻ ചെയ്തില്ല. അപ്പോൾ റീഗെയിൻ ചെയ്ത് ഈ 26,000 റീഗെയിൻ ഓൾമോസ്റ്റ് എത്തി. അത് ഏകദേശം 10 മാസം കൊണ്ടാണ് 9 മാസം കൊണ്ടാണ് ഇത് തിരിച്ച് ഇത്രയും റീഗെയിൻ ചെയ്തത്. ഇവിടുന്ന് ഇങ്ങോട്ട് 6 മാസം എടുത്തുള്ളൂ, ഇവിടുന്ന് തിരിച്ച് 9 മാസം എടുത്തു ഈ വീഴ്ച റീഗെയിൻ ചെയ്യാൻ. ഇനി ഇവിടുന്ന് ഇവിടം വരെ എപ്പോൾ എത്തും? നിങ്ങൾ ശാന്തമായിട്ട് കേൾക്കണം. ഞാൻ ഈ ഫ്യൂച്ചറാണ് പറയുന്നത്, കുറച്ചുകൂടെ മുന്നോട്ടുള്ള ഭാവി കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. അല്ല നമ്മൾ ചുമ്മാ ഡെയിലി ഇൻട്രാഡേ മാത്രം പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 26,000 നിന്ന് മാർക്കറ്റ് ഈ ഏരിയയിലോട്ട് എത്താൻ എത്ര മാസം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. ഇവിടുന്ന് ഇവിടെ വരെ എത്താൻ വെറും 6 മാസം എടുത്തുള്ളൂ. ഇവിടുന്ന് പിന്നെ തിരിച്ച് ഈ ട്രെൻഡ് ലൈനിൽ നിന്ന് ഇവിടം വരെ എത്താൻ 10 മാസം എടുക്കും, ഇല്ലേ? വീണ്ടും നമുക്കിനി അടുത്ത 2026 ജനുവരി ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് എത്തുമോ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, എത്തിയാൽ എത്ര നേരം കൊണ്ട് എടുക്കും, എത്ര നേരം കൊണ്ട് ഇവിടെ എത്തും എന്നുള്ളതാണ് ചോദ്യം. ചിലപ്പോൾ അടുത്ത 1 വർഷം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ എത്തുന്നത്, ചിലപ്പോൾ ഇവിടെ എത്തത്തില്ലായിരിക്കാം, ചിലപ്പം ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി വീണ്ടും താഴോട്ട് വീഴാതിരിക്കും. നമുക്ക് എന്താണ് എന്ന് നമുക്ക് ഭാവി അറിയത്തില്ല, അല്ലേ? ദൈവം തമ്പുരാനും മാർക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ. എന്താ സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ സാധ്യതകളെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഓക്കെ,
ഞാൻ ഈ അടുത്ത വർഷത്തേക്കുള്ള ഒരു വീഡിയോ ഞാൻ ഡിസംബർ ഏകദേശം അവസാനം ആകുമ്പോഴത്തേക്കും ഞാൻ ഒരു വീഡിയോ മനോഹരമായിട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ തന്നെ ഡിസംബർ 30 തീയതി ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പം ഏകദേശം മാർക്കറ്റ് നമ്മൾ ആ ഒരു വർഷം എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്തത്, ഏകദേശം ആ രീതിയിലൊക്കെ തന്നെയാണ് ആ മാർക്കറ്റ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പിൻ ചെയ്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കോളൂ. എന്നിട്ട് നിങ്ങൾ തന്നെ, ഞാൻ വെറുതെ വലിപ്പം പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക, നിങ്ങൾ തന്നെ ആ വീഡിയോ കണ്ടിട്ട് പറയുക മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചെന്നുള്ളവർ. അപ്പം പറഞ്ഞ് സമയം മെനക്കെടുത്തുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ മാർക്കറ്റ് ഏകദേശം 26,000 റേഞ്ചിൽ നിൽക്കുകയാണ്. ഇവിടുന്ന് മാർക്കറ്റ് ഇനി എത്ര ദൂരം സഞ്ചരിക്കും എന്നുള്ളതാണ് പ്രധാനമായ ചോദ്യം. ഈ ഒരു ചോദ്യ ചിഹ്നമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇരിക്കട്ടെ. ഓക്കെ, ഇതിപ്പോൾ വീക്ക്ലി ചാർട്ടാണ് കാണുന്നത്. ഒരു ചോദ്യ ചിഹ്നമായിട്ട് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഇവിടുന്ന് മാർക്കറ്റ് ഈ 26,000 പോയിന്റിൽ നിന്ന് ഈ ട്രെൻഡ് ലൈൻ വരെ മുട്ടുമോ എന്നുള്ള ഒരു ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, അടുത്ത വർഷം മാർക്കറ്റ് ഈ വർഷം മുട്ടാൻ പോകുന്നില്ല, അടുത്ത വർഷം മാർക്കറ്റ് ഈ 26,000 നിന്നും ഈ പോയിന്റ് ഈ 29,000 റേഞ്ചിലോട്ട് മാർക്കറ്റ് എത്തുമോ? 29,000 30,000 എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തുന്നതനുസരിച്ചിരിക്കും. 30,000 റേഞ്ചിലോട്ട്, ഈ ട്രെൻഡ് ലൈനിലോട്ട്, നമ്മൾ നമ്പർ പറയണ്ട, ഈ ട്രെൻഡ് ലൈനിലോട്ട് എന്നെത്തും എന്നുള്ളതാണ് ചോദ്യം. അത് ഈ വർഷം അടുത്ത വർഷം എത്തുവാണെങ്കിൽ എന്നെത്തും, ഇതാണ് ചോദ്യം. ഈ രണ്ട് ചോദ്യചിഹ്നം നിങ്ങളുടെ മനസ്സിൽ ഇരിക്കട്ടെ. എന്തായാലും ഇതിന് മറുപടി ഞാൻ ഈ വർഷം അവസാനം വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്തിൽ പറയുന്നതായിരിക്കും. ഓക്കെ, ഇതൊരു ചോദ്യചിഹ്നമായിട്ട് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. നമുക്കിനി ഇപ്പോൾ ഡേ ചാർട്ടിലോട്ട് വരാം. ഇപ്പോൾ ഡേ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരാഴ്ച നമ്മളിനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ മാർക്കറ്റ് ഇപ്പം ഏകദേശം ഈ പറയുന്ന പോലെ തന്നെ 26,000 ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു ഇല്ലേ? കഴിഞ്ഞ നവംബർ മാസത്തിൽ ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത് 26,277 നമ്മുടെ ഓൾ ടൈം ഹൈ. അതാണ് ഞാൻ ആ ഓൾ ടൈം ഹൈ ആണ് പരിഗണിക്കുന്നത്. 26,310 പോയി മാർക്കറ്റ്, പക്ഷേ അത് ഞാൻ പരിഗണിക്കുന്നില്ല. ഈ 26,277 മാത്രമേ ഞാൻ പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ അവിടുന്ന് മാർക്കറ്റ് വീണ്ടും താഴോട്ട് ഒന്ന് ഇറങ്ങി വന്നു ഇല്ലേ? അപ്പം ഇറങ്ങി വന്നതിന് ശേഷം ഇനി അടുത്ത എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മാർക്കറ്റിൽ നിലവിൽ പ്രത്യേകിച്ച് ന്യൂസുകളൊന്നുമില്ല. പക്ഷെങ്കിൽ മാർക്കറ്റിൽ അത്ര ഒരു മുന്നോട്ട് പോകത്തക്ക രീതിയിലുള്ള സംഭവവികാസങ്ങളും നിലവിൽ മാർക്കറ്റില്ല. മാർക്കറ്റ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വരണം? നമ്മൾ ട്രേഡ് ഡീൽ സെറ്റാവണം. ട്രേഡ് ഡീൽ സെറ്റായെങ്കിൽ മാത്രമേ മാർക്കറ്റിന് മുന്നോട്ട് ചലിക്കാനുള്ള ഒരു ഊർജം കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ, ഒരു മിനിറ്റ്. നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. നമ്മളിങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ട്, ഇങ്ങനെ ഈ ഒരു ട്രെൻഡ് ലൈനാണ്. ഈ നോക്കിക്ക് ഇങ്ങനെ വരച്ചാൽ നമുക്ക് ഏകദേശം ഒരു സെറ്റപ്പ് ഇവിടെ കിട്ടുന്നുണ്ട്. കണ്ടോ? ഈ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിൽ ഇരുന്നോട്ടെ. ഓക്കെ, മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി വന്നു, നേരെ തിരിച്ച് വന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തു, നമ്മുടെ പഴയ ഓൾ ടൈം ഹൈ ആയിട്ട് ടച്ച് ചെയ്ത് നേരെ മാർക്കറ്റ് തിരിച്ച് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഒന്ന് മോളോട്ട് കയറിയിട്ട് മാർക്കറ്റ് വീണ്ടും മോളോട്ട് കയറാൻ ഗ്യാപ്പ് അപ്പോൾ കൂടെ മാർക്കറ്റ് മോളോട്ട് കയറാനുള്ള ഒരു ട്രെൻഡാണ് നമ്മളിപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിൽ കാണുന്നത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ പല പ്രാവശ്യം മാർക്കറ്റ് ഇവിടെ വന്ന് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു, നേരെ തിരിച്ച് വീണ്ടും ഇവിടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തതിന് ശേഷം ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തു, മാർക്കറ്റ് മോളിൽ പോയി തിരിച്ച് വീണ്ടും ഇതേ ലൈനിൽ നിന്ന് സപ്പോർട്ട് എടുത്തു, വീണ്ടും മോളിൽ പോയി റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു, വീണ്ടും തിരിച്ച് ഇതേ ലൈനിൽ തന്നെ വന്ന് പല പ്രാവശ്യം സപ്പോർട്ട് എടുത്തു. 1 2 ഇതിപ്പോൾ എത്ര സപ്പോർട്ട് ഉണ്ടെന്ന് നോക്കി ഇവിടെ. 1 2 3 4 5 6 7 8 പ്രാവശ്യം ഈ ഒരു ലൈനിൽ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ ലൈനെ റെസ്പെക്റ്റ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയും സപ്പോസ് മാർക്കറ്റ് താഴോട്ട് വന്നാൽ ഈ ഒരു ലൈനെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ലൈൻ നിങ്ങളുടെ ചിന്തയിൽ നിന്നോട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ബ്രോഡർ നിങ്ങൾ ഒരു എന്താ പറയുന്ന ഒരു വൈഡ് പിക്ചറാണ് നിങ്ങൾക്ക് തരുന്നത്. ഞാൻ സപ്പോസ് മാർക്കറ്റ് ഡേ വൈസിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. വന്നാൽ ഇവിടം വരെ വരും, പോയാൽ ഇവിടം വരെ പോകും എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് ഒരു ക്ലാസ് പോലാണ്, പഠിക്കാൻ വേണ്ടിയാണ് കാണിച്ചു തരുന്നത്. അല്ലാതെ ലെവലുകൾക്ക് വേണ്ടി മാത്രം നോക്കിയിരിക്കുന്നവർ നിങ്ങൾ കണ്ടിട്ട് ലെവൽ നോക്കി മേടിച്ച് നോക്കൂ. ഓക്കെ, അല്ല എനിക്ക് പഠിക്കണം, മാർക്കറ്റിൽ എൻ്റെ ബിഹേവിയർ എങ്ങനെയെന്ന് മനസ്സിലാക്കണം എന്നുള്ളൊരു ശാന്തമായിട്ടൊന്ന് കേൾക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ കിടന്നോട്ടെ. നിങ്ങളിത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മനസ്സിൽ കോറിയിടുക.
അതുപോലെ തന്നെ ഇവിടുന്ന് നമ്മളിങ്ങനെ വരയ്ക്കുവാണെങ്കിലും നമുക്ക് ഇവിടെ ഒരു പക്ഷേ ഒന്ന് വരച്ച് നോക്കിക്കോട്ടെ ഇതൊന്നും ഞാൻ നേരത്തെ വരച്ച് വെക്കുന്നതല്ല, നിങ്ങളുടെ മുന്നിൽ തന്നെ വെച്ച് ലൈനായിട്ട് വരയ്ക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു സംഭവം കാണും. നോക്കിക്കേ അല്ലേ, ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, ഈ ഒരു ലൈന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ വന്ന് കൃത്യമായിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് തിരിച്ച് വീണ്ടും ഇതേ പോയിന്റിൽ തന്നെ ഒന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, വീണ്ടും ഇവിടെ വന്നാണ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനത്തെ വീണ്ടും ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ നോക്കിയാലും ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഈ രണ്ട് ട്രെൻഡ് ലൈനും നിങ്ങളുടെ കയ്യിലിരുന്നോട്ട് ഇത് ഇവിടുന്ന് പൊട്ടിയാൽ ഇത് ഇവിടെ വരും, അല്ല മുകളോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 277 ഇതായിരിക്കും ഈ ആഴ്ചത്തെ ട്രേഡ് ഡേ വൈസിലുള്ള ട്രേഡ് സെറ്റപ്പ് ഇതായിരിക്കും. ഓക്കെ, നിങ്ങൾ ആലോചിച്ചോണം. ഈ മാർക്കറ്റ് മുകളോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 277 ആയിരിക്കും നമ്മുടെ ടാർഗറ്റ്. അത് ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്യണം എങ്കിൽ നമുക്ക് ഫർദറായിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇല്ല താഴോട്ടാണ് വരുന്നതെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ നോക്കുക. ഈ ട്രെൻഡ് ലൈൻ ഇതിന് കളർ വേണം മാറ്റിയേക്കാം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. ഓക്കെ, അപ്പോൾ ഈ ഓറഞ്ച് ട്രെൻഡ് ലൈൻ നോക്കുക, ഇത് വന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ടോ നോക്കുക വീണ്ടും. ഓക്കെ, ഇനി ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സപ്പോർട്ട് ഈ ബ്ലൂ ലൈൻ ആയിരിക്കും. ഈ രണ്ട് കാര്യം നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തന്നെ നിന്നോട്ട് നമുക്ക് നോക്കാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. ഓക്കെ, ഇനി അടുത്തൊരു സംഭവം കൂടി ഞാനിവിടെ കാണുന്നത് വേണമെന്നുണ്ടെങ്കിൽ വരച്ച് കാണിക്കാനും മാത്രം ഒരു സംഭവം ഇവിടെ ഉണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതൊക്കെ എനിക്ക് കണ്ടത് ഞാനിങ്ങനെ കാണിച്ചത്. ഇതിങ്ങനെ വന്ന് നേരെ ഇതിങ്ങനെ ഇവിടെ വന്നിട്ട് നേരെ ഇങ്ങനെ പോകാനൊരു സാധ്യത നമുക്കില്ലാതില്ല. ഓക്കെ, അതിനുശേഷം ഇത് ബ്രേക്ക് ഔട്ട് ഇങ്ങനെ വേണമെങ്കിൽ നടത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പോസിബിലിറ്റീസ് എല്ലാം നിങ്ങളുടെ മനസ്സിലിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു വൈഡ് പിക്ചർ കിട്ടി മാർക്കറ്റിനെ പറ്റി, ഇല്ലേ? ഒരു വീക്ക്ലി ബേസിൽ നമുക്കൊരു വൈഡ് പിക്ചർ കിട്ടി, മാർക്കറ്റ് എങ്ങനെയൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ടെന്ന്. അപ്പം റൂട്ട് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത്. മനസ്സിലായവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഡേ വൈസിൽ ഇനി എനിക്ക് അത്രയും അതിനെപ്പറ്റി പറയാനുള്ളൂ. അപ്പോൾ നമുക്കിനി വീണ്ടും തിരിച്ച് ഇൻട്രാഡേയിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം എന്താ സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ വലിയൊരു സംഭവവികാസം നടന്നു. നമ്മുടെ നിഫ്റ്റി എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ട് പറന്നു, ഇല്ലേ? ഏകദേശം 10-400 പോയിന്റുള്ള ഒറ്റയടിക്ക് പടപടാന്ന് പോയി. എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റിൽ എല്ലാവർക്കും അറിഞ്ഞു കാണുമായിരിക്കും, എന്തായാലും ഞാനങ്ങ് പറയാം. അമേരിക്കൻ മാർക്കറ്റിൽ ADR ഇൻഫോസിസിൻ്റെ ADR ക്രമാതീതമായിട്ട് 56% ഒറ്റയടിക്ക് പോയപ്പോഴത്തേക്കും ഹെവി വെയിറ്റേജ് സ്റ്റോക്ക് ആയതുകൊണ്ട് എന്ത് സംഭവിച്ച് നിഫ്റ്റി അതിനോട് പ്രതികരിച്ചു. അങ്ങനെയാണ് ഈ സംഭവം പോയത്. പക്ഷേങ്കിൽ പിന്നെ അതിനെപ്പറ്റി ഒരു അറിവ് വന്നത് അതൊരു ടെക്നിക്കൽ ഗ്ലിച്ചായിരുന്നു. അത് തിരിച്ച് ഇന്നലെ 3% വരെ തിരിച്ചിറങ്ങി. 56 നിന്ന് വെറും 3% വന്നു. പിന്നെ അവസാനം ക്ലോസ് ചെയ്തപ്പം ഏകദേശം 5%-നടുത്താണ് ഇൻഫോസിസ് ക്ലോസ് ചെയ്തത്. അപ്പം അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇത്രയും കൂൾ ഓഫ് ആയത്. എങ്കിൽ തന്നെ 5%, കഴിഞ്ഞ ദിവസവും 5% ഇൻഫോസിസ് മേലോട്ട് കയറിയായിരുന്നു. ഇന്നും പക്ഷേ അതിനോട് നമ്മുടെ മാർക്കറ്റ് പ്രതികരിച്ചില്ല. നമ്മുടെ മാർക്കറ്റ് ഇൻഫോസിസ് എത്ര ശതമാനം കൂടിയാണ്? 1% കൂടെ. 5% ADR അമേരിക്കൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ വെറും 0.73% ഇൻഫോസിസ് പ്രതികരിച്ചത്. അപ്പം ഇന്നും 5% പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മാർക്കറ്റ് പ്രതികരിക്കില്ല എന്നുള്ളത് കണ്ടിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ആ സ്റ്റോക്കോട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ന്യൂസുകളോ കാര്യങ്ങളൊന്നുമില്ല. അസഞ്ചറിൻ്റെ മറ്റേ IT ഭീമനായ അസഞ്ചറിൻ്റെ റിസൾട്ട് വന്നു. അവരുടെ റിസൾട്ട് നല്ല റിസൾട്ടായിരുന്നു. പക്ഷേ അത് 2 ദിവസത്തിന് മുന്നേ വന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ അതിൻ്റെ സമയം കഴിഞ്ഞു. അപ്പം ഇതൊന്നും അല്ല, പിന്നെ ടെക്നിക്കൽ ഗ്ലിച്ച് മാത്രമാണ്. അപ്പോൾ ഇനി അതിനോട് എങ്ങനെയാണ് ഇനി മാർക്കറ്റ്, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് തുറക്കുമ്പോൾ പ്രതികരിക്കുന്നതെന്ന് അറിയത്തില്ല. എനിവേ, എന്തായാലും നിലവിൽ നിഫ്റ്റി കാണിക്കുന്നത് ഏകദേശം 150 പോയിൻറ്റിൻ്റെ 100 to 150 പോയിൻറ്റിനടുത്ത് ഗ്യാപ്പാണ് കാണിക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് കിട്ടുമോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നിഫ്റ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഇനി എങ്ങനെയാണ് ബിഹേവിയർ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. വീക്കിലി ബേസിൽ എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇൻട്രാഡേ വൈസിൽ മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 25,966 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. വരെയെല്ലാം ഇവിടെ പോയി, വരെയെല്ലാം പോയോ? ഓക്കെ, അപ്പം നമ്മളിവിടെ കഴിഞ്ഞ ദിവസം ഒരു ഇടത്താവളം ഇവിടെ വരച്ചിട്ടായിരുന്നു, ഇല്ലേ? ഇതാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം ലൈവിൽ വരച്ചൊരു ലൈനാണ് ഈ കാണുന്ന 25,979, ഇല്ലേ? അതിനുശേഷം ഞാൻ എഴുതിയത് ഇടത്താവളമായിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഇടത്താവളമായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ഗ്രൂപ്പിൽ പലരും ചോദിച്ചു, സാറേ ഈ ഇടത്താവളത്തിൽ നിന്ന് ഇനി എങ്ങോട്ടാണ് പോകുന്നത്? സന്നിധാനത്തിലോട്ട് പോകുമോ
അതോ തിരിച്ച് പമ്പയിലോട്ട് വരുമോ എന്ന് പലരും എന്നോട് തമാശ രൂപമാണ് ചോദിച്ചതാണ്. അപ്പോൾ ഇടത്താവളത്തിൽ ചുരുക്കം പറഞ്ഞാൽ വിരി വെച്ച് കിടക്കുകയാണ് ആശാൻ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുന്ന് പോക്ക് സന്നിധാനത്തോട്ടാണോ അതോ ഇനിയും തിരിച്ചല്ല പമ്പയിലോട്ട് തിരിച്ചിറങ്ങി പോവോ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഓക്കെ, അപ്പം അങ്ങനെ നമുക്കിനിയും ഒരു അപ്സൈഡ് പ്രതീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവർക്കും മനഃപ്പാടമായിട്ടുള്ള 26.011 ഇതാണ് നമ്മളുടെ ലെവൽ. അപ്പം നാളെ ഗ്യാപ്പ് അപ്പിലാണ് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 26.011 മുകളിലായിരിക്കുമല്ലോ മാർക്കറ്റ് എന്തായാലും ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ 26,966 മാർക്കറ്റ് നിൽക്കുന്നത്. ഇപ്പം 100 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 26.061 അടുത്തായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ നിർണായകമായിട്ടുള്ളത് 26.011 ഈ 26.011 തിങ്കളാഴ്ച മാർക്കറ്റ് നിലനിർത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, 26.011 മാർക്കറ്റ് തിങ്കളാഴ്ച നിലനിർത്തിയാൽ നമുക്ക് വീണ്ടും ഫർദറായിട്ട് മോളോട്ട് ഒരു അപ്സൈഡ് പ്രതീക്ഷിക്കാം. അല്ല 26.011 പൊട്ടി താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ 25,935 ചിലപ്പോൾ കാണേണ്ടി വരും, അല്ലെങ്കിൽ 22,776 ചിലപ്പോൾ നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിർണായകമായിട്ടുള്ള വരയാണ് 26.011. എല്ലാവർക്കും മനപ്പാടമായിട്ടുള്ള നമ്പറാണ് 26.011. ആ 26.011 തിങ്കളാഴ്ച മാർക്കറ്റിൻ്റെ ദിശ നിശ്ചയിക്കും. ഓക്കെ, അതിൻ്റെ മുകളിൽ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മുകളിൽ പോയാൽ സസ്റ്റെയിൻ ചെയ്താൽ ഓക്കെ. ഇല്ല, അപ്പോൾ ഡേ വൈസിൽ 26.011 നമുക്ക് അതിൻ്റെ മുകളിൽ നമുക്ക് ക്ലോസിങ് കിട്ടണം. ക്ലോസിങ് കിട്ടിയെങ്കിൽ നമുക്ക് ഫർദറായിട്ടൊരു അപ്സൈഡ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങനെ ക്ലോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 26,277 നമ്മുടെ ഓൾ ടൈം ഹൈ, അത് മറന്നു നമുക്ക് എല്ലാവർക്കും കാണാപ്പാടാത് 26,277 ഇല്ലേ. ആ 277 നമുക്ക് കിട്ടും. 277 പോയിന്റ് സംതിങ് ആണ്. അപ്പോൾ എടുത്തിട്ട് വരച്ചിട്ടേക്കുന്നത് അങ്ങോട്ട് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാക്കി ലെവലുകളെല്ലാം പഴയ ലെവലുകൾ തന്നെ, ഒരു മാറ്റങ്ങളും ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. 26.011 പ്രധാനപ്പെട്ട ഒരു തലവരയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അവിടുന്ന് എങ്ങോട്ട് മാർക്കറ്റ് പോകുമോ ആ വഴിക്ക് നമുക്കും കൂടെ പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നമുക്ക് സെൻസെക്സ് ആണ്. സെൻസെക്സ് ഞാൻ ആഴ്ചകളിൽ പറയാറില്ല, പക്ഷേ വീക്കിലി നമുക്ക് പറയാറുണ്ട്. വീക്കിലി നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്ത് കാര്യമായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈനിൽ തന്നെയാണ് മാർക്കറ്റ് സെൻസെക്സ് നിൽക്കുന്നത്. സെൻസെക്സ് കൂടുതലും ആൾക്കാർ ചെയ്യുന്നത് നമ്മുടെ നിഫ്റ്റിയുടെ ലെവലുകൾ നോക്കി തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ സെൻസെക്സ് മാത്രമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് മാത്രം വേണമെങ്കിൽ ഈ ലെവലുകൾ ഉപകാരപ്പെടും. നമ്മുടെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് സെൻസെക്സ് ആണ്. വോളറ്റാലിറ്റി ഭയങ്കര കൂടുതലാണ്. കൃത്യമായ പോയിന്റ് തന്നെ നിലനിൽക്കണം നിർബന്ധമൊന്നുമില്ല. എപ്പോഴും ഒരു 50 പോയിന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയായിരിക്കും സെൻസെക്സ്. കാരണം സെൻസെക്സിൻ്റെ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 150-200 പോയിന്റ് ആയിരിക്കും. അപ്പോൾ കൃത്യമായി അതിന് തന്നെ വർക്ക് ചെയ്യണത്. കഴിഞ്ഞ ദിവസം ഒരാൾ കമൻറ്റ് എഴുതി, സാറേ ഇന്ന് ചേട്ടൻ്റെ ലെവലൊന്നും വർക്ക് ചെയ്തില്ല. എനിക്ക് മനസ്സിലായില്ല എന്താ പുള്ളി ഉദ്ദേശിച്ചെന്നുള്ള കാര്യം. കാരണം എന്തെങ്കിലും നമ്മുടെ മലയാളിയുടെ മനസ്സല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. കുത്തിത്തിരിപ്പിൻ്റെ അങ്ങേയറ്റമായിരിക്കുമല്ലോ നമ്മുടെ മലയാളികൾ എപ്പോഴും. അപ്പോൾ എന്ത് ഉദ്ദേശിച്ചാലും പുള്ളി അത് മനസ്സിലാക്കി നടത്തില്ല. ചിലപ്പം തമാശ കളിയാക്കിയിട്ടതായിരിക്കാം. എനിവേ, എന്നാലും ഞാനത് വായിച്ചു, എല്ലാവരുടെയും കമൻറ്റുകൾ ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ എവിടെ എനിക്ക് മനസ്സിലായില്ല, എവിടെ വർക്ക് ചെയ്യാത്തെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല. എനിവേ, എന്തായാലും പോട്ടെ, അത് പറയുമ്പോൾ പിന്നെ അതിനെ അനുബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പം സെൻസെക്സിൻ്റെ ലെവൽ ഇതാണ്. ഇതിനകത്ത് മാറ്റങ്ങളൊന്നും വരാനില്ല, ഒരു മാറ്റമില്ല. ഇതേ ചാർട്ട് തന്നെയാണ്. ഓക്കെ, നമുക്ക് മാർക്കറ്റ് നമുക്ക് 86,040 അതാണ് നമ്മുടെ ടാർഗറ്റ്. മുകളിലോട്ട് പോയാൽ 86,040 നമുക്ക് പിന്നെ സെൻസെക്സിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. അതിന് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്കൊരു പിന്നൊരു റാലി ഉള്ളൂ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ലൈൻ വരച്ചിട്ടിട്ടുണ്ട്, ആ വര കൃത്യമായിട്ട് ഓൾമോസ്റ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം സെൻസെക്സ് ട്രേഡ് ചെയ്യുന്നവർ ഈ ലെവലുകളൊക്കെ നോക്കി മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, മാർക്ക് ചെയ്ത് വെച്ച ശേഷം അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി യാതൊരു പുരോഗമനവും ഇല്ല. കാരണം നമ്മൾ ബാങ്കിങ് സെക്ടർ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ബാങ്കിങ് സെക്ടർ ഭയങ്കര വീക്കായിരുന്നു. ഭയങ്കര വീക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരുടെ വെയിറ്റേജ് അഡ്ജസ്റ്റ്മെൻറ്റിനകത്തിൽ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് HDFCന്നും ICICIന്നും കുറേ സെൽ ഓഫ് വരാനുള്ള സാധ്യതയുണ്ട്. അതിങ്ങനെ ഓരോ മാസം ഇങ്ങനെ കുറച്ച് ഔട്ട്ഫ്ലോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരുടെ വെയിറ്റേജ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് HDFC ബാങ്കിന് മുകളിലോട്ട് പോകാനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും. ഏത് നിമിഷവും താഴോട്ട് വരാനുള്ള ടെൻഡൻസി ആയിരിക്കും വളരെ കൂടുതൽ. കാരണം എന്താണ്, ഇവിടുന്ന് വെയിറ്റേജ് കൂടുതലായിട്ട് ഇവിടുന്ന് ഔട്ട്ഫ്ലോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതേസമയം ആ സമയത്ത് SBIന്നോ അവർക്ക് വെയിറ്റേജ് കുറവായതുകൊണ്ട് ഈ പറയുന്ന ഇവിടുന്ന് ഔട്ട്ഫ്ലോ വരുന്ന ഫണ്ടുകളെല്ലാം ഒരു പക്ഷേ SBIനും മറ്റ് ബാങ്കുകളിലോട്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. അതുകൊണ്ടാണ് SBI ഇങ്ങനെ പറന്ന് നിൽക്കുന്നത്. 980 വെറും 730 കളർ സാധനമാണ്. അപ്പോൾ ആ ഒരു ന്യൂസ് വന്നതിന് ശേഷമാണ് SBI ഇങ്ങനെ പറക്കാൻ തുടങ്ങിയത്. അപ്പം നിങ്ങൾ ആ HDFC ICICIയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക.
ആക്സിസ് ബാങ്ക് കഴിഞ്ഞ ദിവസം 5% വീണിരുന്നു. അപ്പം ഈ ആക്സിസ് ബാങ്ക് എന്തുകൊണ്ടാണ് വീണത്, നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം. ആക്സിസ് ബാങ്ക് വീണതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അടുത്ത ക്വാർട്ടറുകളിൽ മാർജിൻ പ്രഷർ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഈ ആക്സിസ് ബാങ്ക് വീണത്. അപ്പോൾ ആക്സിസ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ലീഡിങ് ബാങ്കാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു ലീഡിങ് ബാങ്കാണ്. അപ്പോൾ ആ ലീഡിങ് ബാങ്കിൽ ആക്സിസ് ബാങ്കിന് സെല്ലിംഗ് പ്രഷർ ഉണ്ടാകുമ്പോൾ ഇതേ സംഭവം തന്നെ മറ്റു ബാങ്കുകൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇല്ലേ? അല്ല ഇവർക്ക് മാത്രമായിട്ട് പ്രത്യേക സംഭവവികാസമൊന്നും അല്ലല്ലോ. ആക്സിസ് ബാങ്കിന് മാർജിൻ പ്രഷർ ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ HDFC, ICICIക്കും കോട്ടക് ബാങ്കിനും ഒക്കെ മാർജിൻ പ്രഷർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവരാരും കമൻ്റായിട്ട് പറഞ്ഞിട്ടില്ല. ഇവർ പറഞ്ഞുകൊണ്ട് അവർ വീണു. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മാർജിൻ പ്രഷർ ഈ HDFCയിലും ICICIയിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊരു അപ്സൈഡ് മൊമെൻറ്റം ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ അഥവാ ഈ HDFC ബാങ്ക് മുകളിലോട്ട് പോയാലും അതിന് മുകളിൽ 989 പിന്നെ 1004 വിട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. 989 998 അതൊരു പ്രധാനപ്പെട്ട ലൈനാണ്. 1000 സൈക്കോളജിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും പല പ്രാവശ്യം ആ ഏരിയ 986 ആ ഏരിയയിൽ പോയി തട്ടിട്ട് വീണ്ടും മാർക്കറ്റ് തിരിച്ചു വരുവാണ് സാറിന് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം നാളെയും ഗ്യാപ്പപ്പിൽ പോവുകയാണെങ്കിൽ ഇവിടെ ഈ ഏരിയയിൽ പോയി തട്ടി തിരിച്ചു വരാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. കാരണം ബാങ്ക് ഓൾ ടൈം ഹൈ ആണ് ഓൾറെഡി ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് പിന്നെ ഒരു ഫർദർ മൂവ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തീരണം. ഇല്ലെങ്കിൽ മാർച്ച് ഒക്കെ ആകുമ്പോൾ ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാകത്തില്ല. ഈ വെയിറ്റേജ് അഡ്ജസ്റ്റ്മെൻറ്റ് അതിൽ തീരുമാനം ഉണ്ടാകത്തില്ല. അപ്പോഴത്തേക്ക് ഒരു പെർഫോമൻസ് ഉള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പം ഒരു പക്ഷേ അതിനെതിരെ സംഭവിച്ചാൽ എന്നെ നിങ്ങളാരും പൊങ്കാല ഇടരുത്. ഓക്കെ, അടുത്തത് അപ്പോൾ വേറെ ഒന്നുമില്ല. നമ്മുടെ ഈ ലെവലുകളെല്ലാം നമ്മുടെ കയ്യിലിരിക്കുകയാണ്. അത് വെച്ചിട്ട് മാത്രം നമ്മൾ സുഖമായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രേഡ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. കൂടുതലും ഇപ്പം നിലവിൽ സെൻസെക്സും പിന്നെ നിഫ്റ്റിയും മിഡ് ക്യാപ്പുമാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മിഡ് ക്യാപ്പ് ഒന്ന് നോക്കാം. മിഡ് ക്യാപ്പിൽ ഞാൻ പറഞ്ഞു മാർക്കറ്റിൻ്റെ ഒരു അപ്സൈഡ് മൊമെൻറ്റം വരുവാണെന്നുണ്ടെങ്കിൽ ആദ്യം പറക്കുന്നത് മിഡ് ക്യാപ്പ് ആയിരിക്കും. വീഴുന്നതാണെങ്കിലും മിഡ് ക്യാപ്പ് ആയിരിക്കും ആദ്യം വീഴുന്നതാണ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ 200 പോയിന്റ് വെച്ച് കയറി ഇറങ്ങുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ ഒരാഴ്ച ഒരു ഡൗൺഫോൾ ആയിരുന്നു നമുക്ക് നിഫ്റ്റിയിൽ. 15-ാം തീയതി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺഫോൾ ആയിരുന്നു. നമുക്ക് ഒരാഴ്ച കണ്ടിന്യൂസ് ഡൗൺഫോൾ ആയിരുന്നു ഇല്ലേ? ഇനിയിപ്പോൾ ഇവിടെ തിരിച്ച് റിക്കവറി ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് നോക്കണം. റിക്കവറി ഉണ്ടാകാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അപ്സൈഡാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എത്ര വീണോ അത് ഓൾമോസ്റ്റ് തിരിച്ച് റിക്കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും ഫർദറായിട്ട് 14,000 എടുത്തു എന്നുള്ളതാണ് ചോദ്യം. ഇവിടുന്ന് നമ്മൾ ഇതേ ഹൈ ലെവലിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നമുക്ക് ആ ഒരു ലെവൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു ലെവൽ വേണമെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇപ്പം ഉള്ളത് നിങ്ങൾ വിചാരിക്കും ഇത് ചെറിയ ഇതിലാണ് നമുക്ക് നിങ്ങൾ അടുപ്പിച്ച് തോന്നുന്നു കേട്ടോ. പക്ഷേ വളരെ ദൂരമുണ്ട് മനസ്സിലാക്കുന്നത്. 830 873 ഇവിടുന്ന് ഏകദേശം 50 പോയിന്റ് ഉണ്ട്. ഇവിടുന്ന് 873 908 ഏകദേശം 40 പോയിന്റ്. ഇതൊക്കെ വളരെ നിർണായകമായ ലൈനുകളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചിട്ടേക്കുന്നത്. അല്ല നിങ്ങൾ വിചാരിക്കും 10, 30, 40 പോയിന്റ് ഇങ്ങനെ ചുമ്മാ വരച്ചിട്ടേക്കുന്നത്. പക്ഷേങ്കിൽ നിങ്ങൾക്കറിയാം, ട്രേഡ് ചെയ്യുന്ന നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാം നമ്മൾ എങ്ങനെയാണ് ലെവലുകളൊക്കെ വർക്ക് ചെയ്യുന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്സൈഡ് മൊമെൻറ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 14,030 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 13,996 അതിനുശേഷം 14,000 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്സൈഡ് മൊമെൻറ്റം പോസിറ്റീവ് മൊമെൻറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും തിരിച്ച് ഈ പറയുന്ന 13,644 എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് ഇനി അടുത്ത മാസം ഈ ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത മാസം തുടങ്ങുമ്പോൾ നമുക്കിത് മുഴുവൻ വീണ്ടും അഴിച്ചിട്ടിട്ട് വീണ്ടും നമുക്കിത് ശരിക്കും റീസെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം മിഡ് ക്യാപ്പിൻ്റെ കാര്യം കഴിഞ്ഞ സമയം ഒത്തിരി പോയി. അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ നാളെ മാർക്കറ്റ് തിങ്കളാഴ്ച എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാർക്കറ്റിൽ പല ന്യൂസുകൾ, ഇന്ത്യൻ മാർക്കറ്റിൽ വലിയതായിട്ടുള്ള ന്യൂസുകളിൽ നമുക്ക് ട്രേഡ് ഡീൽ മാത്രമല്ല, ആ ട്രേഡ് ഡീൽ എപ്പോൾ സെറ്റ് ആകുന്നു അന്നേരം മാർക്കറ്റ് പറക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് എന്നാണ് സംഭവിക്കുന്നുള്ള കാര്യം ആണ് ചോദ്യചിഹ്നം. ഡിസംബർ 31 മുന്നേ നടക്കുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സൂക്ഷിച്ച് കണ്ട് കൃത്യമായ എൻട്രി പോയിന്റുകളിൽ മാത്രം ട്രേഡ് എടുക്കുക. കൃത്യമായ ഇടവേളകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ന്യായം കിട്ടിയാൽ മാറി നിൽക്കാനൊക്കെ ശ്രമിക്കുക. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിന്ന് പിഴച്ച് പോകാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീക്കെൻഡ്, പ്രോഫിറ്റബിൾ വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു.